നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ശരീരവും ഒക്കെ ദൈവത്തെ ആരാധിക്കുവാനായി ഒരുക്കപ്പെടേണ്ടതുണ്ട്. അപ്പം ആ ഒരുക്കത്തിലൂടെയാണ് ചിലപ്പോൾ കടന്നുപോയത്. കർത്താവിനെ ആരാധിക്കാനായി നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ദൈവവചനം, നമുക്കറിയാം ദൈവവചനത്തിന്റെ ശക്തി നമുക്കറിയാം ആറ്റൻ ബോംബിനേക്കാളും ശക്തിയാണ്. അപ്പൊ നമുക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തില് ഒരു വചനം പറയുന്നുണ്ട്. 16:20 സുഭാഷിതങ്ങൾ 16:20 ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ ആദരിക്കുക അഥവാ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുക. ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പോ പിതാവേ, സ്നേഹത്തോടെ ഉള്ള വിളി, അപ്പനെ സ്നേഹിക്കുക. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് ഈശോയാണ്. ദൈവം നമ്മുടെ അപ്പനാണ്. അത്യുന്നതനായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നത്, അധികാരം തന്നത് ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തെ കാണാനോ നോക്കാനോ അവന്റെ അടുത്തേക്ക് ചെല്ലാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലേ? യഹോവയായ ദൈവം, പരമപരിശുദ്ധനായ ദൈവം, ആ പരിശുദ്ധിയിലൊരു മല മുഴുവൻ കത്തിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു എന്നാ പറയുന്നത് അല്ലേ? സീനായി മല. അത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു. കാരണം ദൈവത്തിന്റെ പരിശുദ്ധിയെ താങ്ങാൻ ഈ സൃഷ്ട പ്രപഞ്ചത്തിന് പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞു, മോശേ, ഈ മലയുടെ അടുത്തേക്ക് ആരും വരരുത്. ധിക്കരിച്ച് ആരെങ്കിലും വന്നാൽ അവനെ അപ്പൊ കല്ലറിഞ്ഞ് കൊന്നേക്കണം, അല്ലാതെ അവൻ ചത്തോളൂ. ഇനിയിപ്പോ ഒരു മൃഗമാണെങ്കിൽ പോലും നോക്കിക്കേ, ഒരു മൃഗം എന്ന് പറഞ്ഞ വിവേകമില്ല അല്ലേ? ബുദ്ധിയൊക്കെ ഉണ്ടാവും, പക്ഷെ വിവേകമില്ല. മനുഷ്യന്റെ മാതിരി എന്ത് ചെയ്യണം, എപ്പം ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ച് ചെയ്യാനുള്ള വിവേകമൊന്നുമില്ല. ഒരു മൃഗമാണെങ്കിൽ പോലും മലയെ സമീപിക്കുന്നത് അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. കാരണം ദൈവത്തിന്റെ പരമപരിശുദ്ധിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ നമുക്ക് അപ്പനെ വാരി പുണരാൻ, കെട്ടിപ്പിടിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ അതിന് അധികാരം തരികയാണ്, അതിന് സ്വാതന്ത്ര്യം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലൊക്കെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. പെറ്റമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്നു ഞാൻ, നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? മലകൾ അകന്നു പോകും, കുന്നുകൾ മാറ്റപ്പെടും, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഇതൊക്കെ പറയുമ്പോഴും തമ്പുരാൻ പറയുകയാണ്, എന്റെ മഹത്വത്തിന്റെ അടുത്തേക്ക് നീ വന്നു പോകരുത്. ഇതൊക്കെ പറയുമ്പോഴും തമ്പുരാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്റെ പരിശുദ്ധിയുടെ മുൻപിലേക്ക് നീ വന്നു പോകരുത്. ഇത് ആരുടെ പ്രശ്നം? ദൈവത്തിന്റെ പ്രശ്നമാണോ? അല്ല, നമ്മുടെ പ്രശ്നമാണ്. കാരണം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധിയോട് തുലനം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു സംഭവമില്ല. കാരണം അവിടെ
പരിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ ചേരില്ല അല്ലേ? നമുക്കറിയാം, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ടച്ചായാൽ സ്പാർക്ക് ഉണ്ടാകും, പൊട്ടലുണ്ടാകും. ഇത് തന്നെ അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സമീപിക്കരുത് എന്നാൽ ഇതാ നമുക്ക് ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. ആ വാതിൽ അവനാണ് പറഞ്ഞത്, ഞാനാണ് വാതിൽ. എങ്ങോട്ട് പോകാനുള്ള വാതിലാണ്? പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടിച്ചു കയറാനുള്ള വാതിൽ അത് ഞാനാണ്. ഉണ്ടോ? ക്രിസ്തു വന്നിട്ടില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് യഹൂദ ജനതയ്ക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർക്ക് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പോലും കുരിശെടുത്തു പോയ ക്രിസ്ത്യാനികളെ കാർക്കിച്ചു നിൽക്കുകയും കല്ലുവെച്ചുകയും ചെയ്തു യഹൂദര്. യൂട്യൂബ് കിടപ്പുണ്ട്. കാരണം അവർക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല. കേട്ടോ? അവരതിൽ സ്വാതന്ത്ര്യത്തിലായിട്ടുണ്ടോ? ഇല്ല. സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ ഒരേ ഒരു വഴി, അതാണ് ക്രിസ്തു. ആ വഴി തുറക്കപ്പെട്ടത് അത് വെറുതെ ഇടിച്ചു പൊളിക്കുകയല്ല ചെയ്തേ. അത് തുറന്നത് ചങ്ക് കുത്തി പൊളിച്ച് വഴിയുണ്ടാക്കി അപ്പനെ പ്രസാദിപ്പിക്കാൻ. ഇതിലും വലിയൊരു സഹനമോ ത്യാഗമോ ആവശ്യമില്ല. സ്വന്തം മാർ കുത്തി പിളർന്ന്, മക്കളെ നിങ്ങൾ കടന്നു പോയിക്കോ. അങ്ങനെ വഴി ഒരുക്കി തന്നവനാണ് നമ്മുടെ കർത്താവ്. അവനാണ് പറയുന്നത്, ഇനി ഒന്നിനെ കുറിച്ച് ആകുലത വേണ്ട, ഒന്നിനെ കുറിച്ച് ഭയവും വേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ. തനിച്ചല്ല നിങ്ങൾ വിടുന്നേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്ഥലം ഒരുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുകയാണ്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഭയപ്പെടണോ? ഈശോ നമ്മളെ കൂട്ടി പിതാവിന്റെ സന്നിധിക്ക് പോയി നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? നമ്മൾ എന്തിനു ഭയപ്പെടണം? മജിസ്ട്രേറ്റ് തന്നെ കോടതിയിലേക്ക് നമ്മുടെ കൈ പിടിച്ച് ചേംബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി നിർത്തുക. ആദ്യമായിട്ട് കോടതി പോണവർക്ക് ഭയം ഉണ്ടാവും. വിധിക്കാനുള്ളവൻ, വിധിയാളൻ തന്നെ ഇതാ കൈ പിടിച്ച് അവനെ ആ ചേംബറിലേക്ക് കൊണ്ട് നിർത്തുന്നത് പറയാണ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഞാനുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം. പ്രതിഭാഗം എത്ര വലുതാണെങ്കിലും, വക്കീൽ എത്ര കേമനാണെങ്കിലും, ഇപ്പൊ ആളൂര് മരിച്ചുപോയി, ആളൂരാണ് പേരെടുത്ത വക്കീൽ, മരിച്ചുപോയി ഇല്ല, പേരെടുത്ത് കുപ്രസിദ്ധനായ വക്കീൽ. എത്ര വലിയ വക്കീലാണെങ്കിലും നമ്മൾ പിന്നെ പേടിക്കണോ? വിധിക്കുന്നവൻ അവൻ എന്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നോക്കിക്കോളാം, ഞാൻ കൂടെയുണ്ട്. ഇതാ മുറിവേറ്റ കരം എന്റെ കരത്തിൽ പിടിച്ചിട്ട് പറയുകയാണ്, മോളെ ഭയപ്പെടണ്ട, ഞാനുണ്ട് കൂടെ. ഈ തിരിച്ചറിവ് എന്ന് ചങ്കിനകത്ത് കയറുന്നുവോ, അന്ന് ഞാനും നീയും സ്വാതന്ത്ര്യം അനുഭവിക്കും. അന്ന് ഞാനും നീയും ഒരു ദൈവ പൈതലായി മാറും. അല്ലാത്തടത്തോളം കാലം മാറത്തില്ല. ഈ അടിമത്തത്തിൽ തന്നെ ഇരിക്കും, ഈ ഭയത്തിൽ തന്നെ ഇരിക്കും, ഈ ആവലയിലിരിക്കും, ഈ കഷ്ടതയിലിരിക്കും, ഈ ഞെരുക്കത്തിലിരിക്കും. അപ്പോ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിങ്ങനെ ഉരുണ്ട് പെരണ്ട് വലിഞ്ഞ് അവസാനം കാറ്റ് പോകും. ഇതാ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പരിശുദ്ധ കുർബാന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചങ്കിനകത്ത് ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നാം നമ്മോട് തന്നെ ചോദിക്കുക. ഇവിടെ ആരും ആരെയും വിധിക്കുകയല്ല.
ഇത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ചങ്കിനകത്ത് നിറയണം. അല്ലാതെ കാറ്റ് പോയാൽ കഷ്ടം. കഷ്ടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെന്റെ ഉള്ളിൽ നിറയണം. അങ്ങനെ നിറഞ്ഞ് കാറ്റ് പോയി കിടക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി എന്തൊരു ഐശ്വര്യമായിരിക്കും അറിയണം. ഒരു പ്രകാശം അവരുടെ മുഖത്തുണ്ടാകും. കാരണം വലിയ പ്രത്യാശ ഉള്ളിൽ നിറച്ചിട്ടാണ്. അറിയാം, ചിലരൊക്കെ മരിച്ചു കിടന്നു കണ്ടു കഴിഞ്ഞാൽ കൊതിയാവുക, ഒരു ഉമ്മങ്ങനെ കൊടുക്കാൻ തോന്നും. അതെ, പെട്ടെന്ന് മരിച്ചാൽ കൊള്ളാമെന്നും തോന്നും. മരിക്കണ കൊള്ളാം, പക്ഷെ മുഖം അതുപോലെ ഇരിക്കണം. അവിടെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി നമ്മള് എന്താ പറയുന്നത്, വലിയ നീണ്ട വചനപ്രഘോഷണമോ വലിയ കൂട്ടായ്മകളോ ആരാധനകളോ വലിയ ശുശ്രൂഷകളോ ഇതൊന്നും അല്ലേ. ഇതിനേക്കാളൊക്കെ നമ്മൾ വളരെ നമ്മൾ നോർമലായി ചിന്തിക്കുക. എന്റെ ആരാധിക്കുന്ന എന്റെ ഉള്ളില് എന്റെ വിശ്വാസം അതെത്രത്തോളം ഉയർന്നിട്ടുണ്ട്, എത്രത്തോളം ഒന്നിനെയും ഭയപ്പെടാതെ നമുക്ക് ജീവിക്കാനായിട്ട് ഒന്നിനെയും ഭയപ്പെടാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. എങ്കിൽ ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നിനെയും എനിക്ക് ഭയമില്ല, ഒന്നിനോടും ഭയമില്ല, ആഗ്രഹമില്ല, ഒന്നിനെ കുറിച്ചും എനിക്ക് അസ്വസ്ഥതയില്ല. എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴത്തേലും എനിക്ക് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ചെറുതാകട്ടെ വലുതാകട്ടെ എനിക്ക് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ നീ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പുത്രൻ ഇവിടെയാണ്. പിതാവായ ദൈവമേ എന്നൊക്കെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കുമ്പോ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയ, ഇവിടെയാണ് പുത്രൻ നൽകിയ സ്വാതന്ത്ര്യം. അതിതാണ് ഈ കാൽവരി ബലിയുടെ ആനന്ദ യോഗ്യത. ഇത് ചങ്കിനകത്ത് കയറിയിട്ടുണ്ടോ? ഇത് കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ അടിമത്തം അവസാനിച്ചു. കഴിഞ്ഞു. ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുക. ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലോ അവന്റെ വചനം പാലിക്കുക. വെരി സിമ്പിൾ. അവന്റെ വചനം പറയുമ്പോ വളരെ സിമ്പിൾ ആണ്. അവന്റെ വചനം പാലിക്കുക അല്ലേ? യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വചനം പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ ചങ്കിനകത്ത് കൊണ്ട് നടക്കുക. വചനം പാലിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താ? വചനം ഉള്ളിലുണ്ടെങ്കിൽ എന്തുണ്ട്? ദൈവസ്വാലിധ്യം അവന്റെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുന്നു. ഈ വചനമായ ദൈവത്തെ നമ്മളിങ്ങനെയുള്ള കൊച്ചു കൂട്ടായ്മകളില് ഈ വചനമായ ദൈവത്തെയാണ് നമ്മള് സ്വീകരിക്കുക. ദേവാലയത്തിൽ നമ്മള് എങ്ങനെയാണ് ദൈവത്തെ സ്വീകരിക്കുന്നത്? അപ്പത്തിന്റെ രൂപത്തില് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്നു. കുടുംബ കൂട്ടായ്മകളില് ഇതുപോലുള്ള ആരാധനകളിൽ നമ്മൾ സ്വീകരിക്കുന്നത് വചനമായ ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഏതായിരുന്നു സുഭാഷണം 16:20 പറയുന്നത്? വചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കാരണം എന്താ? അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കാണ്,
എന്റെ പാതയിൽ അനുദിനം ഞാൻ നടക്കുന്ന വഴികളിൽ, അനുദിനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ, അനുദിനം ഞാൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, എന്റെ വിഷയങ്ങളിൽ, എന്റെ പ്രശ്നങ്ങളിൽ പ്രകാശമായി, വിളക്കായി എനിക്കൊരനർത്ഥവും കടന്നു വരാതെ അവൻ എന്റെ മുൻപേ പോയിക്കൊണ്ടിരിക്കും. അതാ സങ്കീർത്തനക്കാരൻ പറയും. 119-ാം സങ്കീർത്തനം 105-ാമത്തെ തിരുവചനമല്ലേ അത് പറയുന്നത്? അവന്റെ വചനം, ദൈവവചനം പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയണ, വചനമായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ മറ്റൊന്നിനെയും അവിടെ പ്രതിഷ്ഠിക്കും. വചനമായ ദൈവത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ, മറ്റൊരു വചനം 119-ാം സങ്കീർത്തനം കാണുന്നുണ്ടല്ലോ, 11-ാമത്തെ തിരുവചനം എന്താണ്? അങ്ങേക്കെതിരെ കണ്ടോ, അങ്ങേക്കെതിരെ അങ്ങയുടെ വചനം വേറെ എന്ത് ഹൃദയത്തിൽ സൂക്ഷിച്ചാലും നമ്മൾ വീണുപോകും. വീഴാതിരിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ മാറ്റമില്ലാത്ത അവന്റെ വചനത്തെ നമ്മള് സൂക്ഷിക്കണം. ഇതാണ് ദൈവത്തിന്റെ തമ്പുരാൻ നമ്മളോട് പറയുന്നതാണ്. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ സമയം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന 1-2 ചെറിയ കാര്യങ്ങൾ. എന്റെ കുഞ്ഞെ, വചനമാകുന്ന എന്നെ നീ എത്രമാത്രം നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. കുറെ വചനം നമ്മള് ബൈഹാർട്ടാക്കിയിട്ടുണ്ട് അല്ലേ? കുറെ വചനമൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ വചനത്തിന്റെ അഭിഷേക ശക്തി എന്നിൽ നിറഞ്ഞ് നിൽപ്പുണ്ട്. ഈ വചനം ഞാനൊരു വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഹൃദയത്തില് ഈ വചനം സംഗ്രഹിച്ചിരിക്കുന്ന, ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരും ധ്യാനഗുരുവിന്റെ കഴിവാ. ആ ഗുരുവിന് ഒരു കഴിവില്ല. ഒരൊറ്റ ധ്യാന ഗുരുക്കന്മാർക്ക് കഴിവില്ലേ? സത്യമായും ഏറ്റവും വലിയ ബലഹീനര് ഏറ്റവും വലിയ ധ്യാന ഗുരുവാണ്. ഓർത്തോളണം, ഇത് ഞാൻ പറഞ്ഞതല്ല, ഏറ്റവും വലിയ ധ്യാന ഗുരുവായ പൗലോസ്ലീഹ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ യൂട്യൂബിൽ കേട്ട് കഴിയുമ്പോൾ വലിയ ധ്യാനഗുരുക്കന്മാരെ പ്രശ്നമുണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പൗലോസ്ലീഹ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഏറ്റവും വലിയ ആരാ പറഞ്ഞേ? കണ്ടു, തമ്പുരാൻ 12 അപ്പോസ്തലന്മാർക്ക് പോലും കൊടുക്കാത്ത ദർശനം കൊടുത്ത് തന്റെ സാക്ഷ്യത്തിന് വേണ്ടി ഉയർത്തിയ മകൾ വ്യക്തി. ആ വ്യക്തിയാണ് കർത്താവേ, ഞാൻ പാപിയാണ്. നമ്പർ 1, I am a sinner. നമ്പർ 1 പറയുക. അപ്പൊ അതുകൊണ്ട് ധ്യാനഗുരുക്കന്മാരുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. അവര് കുറെ കാണാതെ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങളും കുറെ പുസ്തകത്തിലൂടെ കിട്ടിയ അറിവും ഇതൊന്നും അല്ല. വചനത്തിന്റെ അഭിഷേകം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും പാപബോധവും
പശ്ചാത്താപവും അത്ഭുത രോഗശാന്തിയും സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എത്രയോ യാത്രകളിൽ, കൂട്ടായ്മകളിൽ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ വചനമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്നത് അവന്റെ വചനത്തിന്റെ അഭിഷേക ശക്തിയാണ്. അല്ലേ? എല്ലാം നമ്മൾ കാണുന്ന ഹെബ്രായർ 4:12 കണ്ടോ? സമസ്ത മേഖലകളിലേക്കും ഊളിയിട്ടിറങ്ങി ഒരു പരിപൂർണ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ വചനം, പരിപൂർണമായി മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ വചനം. അതാ ഹെബ്രായർ 4:12 നമ്മൾ കാണുക. സന്ധിയിലേക്ക്, അസ്ഥിയുടെ ഉള്ളിലേക്ക്, അല്ലെ ബജ്ജായിരിക്കുന്നത് എവിടെയാ? ബജ്ജായിരിക്കുന്നത് അല്ലെ അസ്ഥിയുടെ ഉള്ളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന വചനം മാറ്റങ്ങൾ വരുത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 36. ലൂക്കാ 4:36 എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഓ എന്തൊരു വചനമാണിത്! അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്ന സൗഖ്യത്തിന്റെ ശക്തി മാത്രമല്ല അല്ലേ? ദൈവവചനത്തിന്റെ ശക്തി പൈശാചിക കെട്ടുകളെ തകർത്ത് കളയാൻ തക്ക ശക്തിയുള്ളതാണ്. അവര് പറയുകയാണ്, ഇത് എന്തൊരു അത്ഭുതം! അവര് പറയുകയാണ്, അത്ഭുതപ്പെട്ട് പറയുകയാണ്, എന്തൊരു വചനമാണിത്! ഒരൊറ്റ വചനത്താൽ ഇതാ പിശാച് ബാധിതൻ സുഖപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി, ഈ വചനശക്തി എന്നിലുണ്ടെങ്കിൽ, ഈ വചനാഭിഷേകം എന്നിലുണ്ടെങ്കിൽ, ഒരു പൈശാചിക ബാധയുള്ള ഒരു വ്യക്തിയെ നോക്കി ഞാൻ പറയുകയാണ്, മത്തായി 4:10 പറയുന്ന പോലെ, സാത്താനേ നീ ദൂരെ പോകുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനമാണ്. അത് പോയിരിക്കും, അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 ലൂക്കാ 6:47. ലൂക്കാ 6:47 എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദർശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഹല്ലേലൂയ. എന്റെ അടുത്ത് വന്ന് പറയാണ്, എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും. അപ്പൊ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം, അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്റെ അടുത്ത് വരണം, വചനം കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവൻ അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദർശനാണ്. ഫൗണ്ടേഷൻ പാറയുടെ പുറത്ത്. അങ്ങനെ ചെയ്താൽ അവൻ വീട് പോകത്തില്ല. പാറയുടെ മുകളിൽ ഫൗണ്ടേഷൻ ഉറപ്പുള്ളതാണെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അത് വീണ് പോകത്തില്ല. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ ദൈവവചനം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. ഒരു പ്രശ്നം അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ പ്രശ്നത്തിന്റെ മേൽ നീ ഒരു വചനം അപ്ലൈ ചെയ്യണം.
ഒരു പ്രശ്നത്തിന്റെ മേൽ നീ മാറ്റമില്ലാത്ത തമ്പുരാന്റെ ഒരു വചനം അപ്ലൈ ചെയ്യണം. ഒരു വിഷയത്തിന്റെ മേൽ വചനം അപ്ലൈ ചെയ്യണം. അത് അതിന്റെ ഫൗണ്ടേഷനാണ്. ആ പ്രശ്നത്തിന്റെ, ആ വിഷയത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ നമ്മൾ ഇട്ട് കഴിഞ്ഞു. വചനത്തെ തകർക്കാൻ, വചനത്തെ നീക്കിക്കളയാൻ ഇന്നേ വരെ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. 2025 വർഷമായി ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ദൈവവചനത്തെ ലോകത്തിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി പിശാച് പണിപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ 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 അഭിഷേക ശക്തിയോടെ വചനം ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ ഈ ഒരു വചനാഭിഷേകം നമ്മുടെ വചനത്തിന്റെ ഒരതിശക്തമായ ഒരഭിഷേകം നമുക്ക് കിട്ടും. അതിനാണ് ഇന്നത്തെ ആരാധന, അതിനാണ് ഇന്നത്തെ ആരാധന. അപ്പാ, എന്റെ വചനം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഈ വചനമാണ്, വചനം തന്നെയായ ദൈവമേ, ആ വചന ശക്തി എന്നിൽ ഇറങ്ങണം. ഒരു വ്യക്തിയിലേക്ക് ദൈവവചനം ഇറങ്ങിയാൽ ആ വ്യക്തി ആരായി മാറി? ആ വ്യക്തി ദൈവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന, ദൈവത്തോളം വിലയുള്ള വചനം ആരിലേക്ക് ഇറങ്ങി വന്നോ അവരെ ദൈവങ്ങൾ, ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. കേട്ടോ, ദൈവങ്ങൾ. എന്തിനാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്നത്? ഈ വചനത്തിന്റെ ബേസില ദൈവവചനം അവളിലേക്ക് ഇറങ്ങി വന്നു. അത് ഇറങ്ങി വരാൻ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരുന്നു. ഹൃദയം ഒരുക്കപ്പെട്ടതായിരുന്നു, കൃപ നിറഞ്ഞതായിരുന്നു അവളുടെ ജീവിതം, മനസ്സുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഈ വചനാഭിഷേകത്തിന്റെ ഒരുക്കം, വചനം കടന്നു വന്നതിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ ഞാൻ ഒരുക്കുന്നതാണ് ഈ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊക്കെ, ഈശോ നമ്മളെയൊക്കെ വിളിച്ച് ചേർത്തിരിക്കുന്നത് ഈ വചനാഭിഷേകം കൊണ്ട് നിറഞ്ഞ്, ഇത് ഈ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അല്ലേ? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ഇതാ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ പറയുകയാണ്, ലൂക്ക 4:18. ഈശോ പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം. എന്താണ്? കഷ്ടതയില്, പ്രയാസത്തില്, ദുരിതത്തില്, ഞെരുക്കത്തില്, ദാരിദ്ര്യത്തില്, പട്ടിണിയില്, പരിവട്ടത്തിൽ കഴിയുന്നവരോട് ഈ നല്ല വാർത്ത കൊടുക്കാൻ, ഈ പ്രത്യാശയുടെ സന്ദേശം കൊടുക്കാൻ തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതിനായി അഭിഷേകം ചെയ്യുകയാണ്. ഓരോ ആഴ്ചകളിലും നമ്മുടെ കയ്യിൽ തരികയാണ്. നമ്മൾ കാണുന്നുണ്ട് 5 അപ്പം 5000 പേർക്കാണോ? 5000 പുരുഷന്മാര് മാത്രം. അത് എത്രയെങ്കിലും ആകട്ടെ. എന്തായിരുന്നാലും 5 അപ്പം 5000 പുരുഷന്മാരും അവരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ ഭക്ഷിച്ച്
തൃപ്തരായി. ബാക്കി എന്ത് ബാക്കി ഒരു 6 കൊട്ട വന്നാൽ പോലെ, അല്ലെങ്കിൽ 25 കൊട്ടയാക്കാൻ പാടില്ലാണോ? എന്തുകൊണ്ട് 12 കൊട്ട വന്നു? എന്തുകൊണ്ട് കർത്താവ് അത് 12 കൊട്ടയാക്കി? 12 ഇത് വിളമ്പി കൊടുക്കാൻ, ഇത് കൊടുക്കാൻ ഈശോ ഏൽപ്പിച്ചത് ആരെയാണ്? ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. തീർന്നില്ല അവിടെ. ഈ 12 കൊട്ട ബാക്കി വന്നിട്ട് കർത്താവ് പറയും, മക്കളെ കൊടുത്തുകൊണ്ടേയിരിക്കുക, വിളമ്പി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഓൺഗോയിങ് പ്രോസസിങ്, ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിളമ്പി കൊടുക്കാൻ എല്ലാ ദിവസവും അപ്പത്തിന്റെ രൂപത്തിൽ അവനെ സ്വീകരിക്കുന്നവരല്ലേ? അപ്പത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. അപ്പം വർദ്ധിപ്പിച്ചത് ഒരു അത്ഭുതമാണ്. അത്ഭുതത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടവരല്ല, വിളമ്പി കൊടുക്കേണ്ടവർ. അതുകൊണ്ട് വീണ്ടും 12 കൊട്ട നിറച്ചിട്ട് കൊടുത്തു. അടുത്ത കൺവെൻഷനിലേക്ക് പോകണം പറഞ്ഞു. അടുത്ത കൺവെൻഷനിലേക്ക് പോകും. വിളമ്പി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിളമ്പി കൊടുക്കണമെങ്കിൽ നിന്റെ കയ്യിൽ അപ്പം വേണ്ടേ? നിന്റെ ഹൃദയത്തിൽ വചനം വേണ്ടേ? വചനം കൊടുക്കണമെങ്കിൽ വചനം വേണം. അതാണ് കർത്താവ് പറയുന്നത്. മോനെ മോളെ നിറയ്ക്ക്, നിന്റെ ഹൃദയത്തിൽ നിറയ്ക്ക്, നിറയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സത്യം കൂടി ഞാൻ പറയാം, ഒരു സത്യം പറയാം. ഇത്ര നേരം പറയുന്നതെല്ലാം സത്യം തന്നെയാ. പരമപ്രധാനമായൊരു സത്യം പറയാൻ പോവുകയാണ്. വചന അഭിഷേകത്തിൽ നിറയാത്ത ഒരു വ്യക്തി പോലും നിത്യതയിലേക്ക് കടന്ന് പോകത്തില്ല. വചനാഭിഷേകത്തിൽ നിറയാത്ത ഒരു വ്യക്തി പോലും നിത്യതയിലേക്ക് കടന്ന് പോകത്തില്ല. കാരണം എന്താ? കാരണം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവിൽ ജീവനില്ലാതെ നിനക്ക് നിത്യതയിലേക്ക് കടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ വചനത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാതെ നിനക്ക് പരമപരിശുദ്ധന്റെ സന്നദ്ധയിലേക്ക് കടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനത്തിൽ കുളിച്ച് കയറാതെ, വചനാഭിഷേകത്തിൽ നിറയാതെ, വചനത്തിൽ മറ്റൊരത്തിൽ പറഞ്ഞ വചനത്തിൽ സ്നാനപ്പെടാതെ, വചനത്തിൽ സ്നാനപ്പെടാതെ. ജലസ്നാനമുണ്ട്, നമ്മൾ പരിശുദ്ധാത്മ സ്നാനം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്നാനം കേട്ടിട്ടുണ്ടോ? വചനത്തിൽ സ്നാനപ്പെടണം. വചനത്തിൽ. ഹല്ലേലൂയ. ഇത് കഴിയാതെ, ഈ വചനത്തിൽ സ്നാനപ്പെടാതെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് സഭ നമ്മുടെ കയ്യിൽ ഈ വചന പുസ്തകം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പൊടി തട്ടിക്കളഞ്ഞ് ഷോക്കേസിൽ വെക്കാനുള്ളതല്ല, പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടെടുക്കാനുള്ളതല്ല. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള തമ്പുരാന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ആരാധന വചനമായ തമ്പുരാനെ
എന്റെ ഹൃദയത്തിൽ എത്രമാത്രം നിറയ്ക്കാമോ അത്രമാത്രം